എടാ അളിയ നാളെ ടൂർ പോകുന്നത്. നാളെ ടൂർ പോകുന്നേ. മിനി, രമണി, ചിഞ്ചു, മഞ്ജു ഒക്കെ വരുവാണാവോ? എടാ മണ്ട, നിനക്ക് മിഞ്ചുനെയും ചിഞ്ചുനെയും തഞ്ചുവിനെയും ഒക്കെ കാണാനാണെങ്കിൽ നിനക്ക് സ്കൂളിൽ തന്നെ ഇരുന്നാൽ പോരാ. അതിന് ടൂറിന് വരേണ്ട ആവശ്യമുണ്ടോ? അല്ല പിന്നെ അങ്ങനെ പറഞ്ഞോടുക്കളിയാ. ഏത് നേരമുണ്ട് ഈ ചക്കനെ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ ചിഞ്ചുനെയും മഞ്ജുനെയും 5 സ്റ്റാറിനെയൊക്കെ കൊണ്ടുവരും. അത് പിന്നെ ഒരു ഗ്രൂപ്പിനകത്ത് ഒരു ലൈനെങ്കിലും വേണ്ടടാളിയാ. നീ കാമുകിമാരനെ ആലോചിച്ചുകൊണ്ടിരുന്നോ? ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഇപ്പം വരും മിസ് വന്നാൽ ചോദിക്കും ആരൊക്കെ വരുന്നുണ്ട് ടൂറിനെന്ന്. അത് പിന്നെ നമ്മൾ മൂന്നാള് പോകുന്നില്ലേ, പിന്നെ ഇപ്പൊ എന്താ? ഇതാ ബെല്ലടിച്ചു കേട്ടോ, വാ നമുക്ക് പോവാം. എടാ ഇതാ നിന്റെ അനിയനെ അവിടെ നിൽക്കണ്ടല്ലോ. എന്താണ് ചെറുതേ നീ ഇവിടെ നിൽക്കുന്നേ? പിന്നെ ഞാൻ അപ്പുറത്തെ ക്ലാസ്സിൽ പോയി നിൽക്കണം. ഇതാണ് എൻ്റെ ക്ലാസ്, ഇവിടെ ഞാൻ നിൽക്കുക. പോള ചക്ക, എന്നെക്കാട്ടിൽ 1 മിനിറ്റ് മുന്നേ നീ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നെന്ന് വെച്ചിട്ടേ എന്നോട് വലിയ ആളാവാൻ നിൽക്കല്ലേ ചക്ക. പെൺകുട്ടികളുടെ മുന്നിൽ മോന്ത പൊളിക്കും ഞാൻ. പോട ചക്ക, അവിടെ പോയി ഇരിക്കടാ ചെറുതേ. ഓ പിന്നെ എൻ്റെ സീറ്റിൽ ഇരിക്കാൻ നീ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് പോയി ഇരിക്കാൻ അറിയാം. നീ നിന്റെ സീറ്റിൽ പോയി ഇരിക്കി, അതാ ടീച്ചർ വരുന്നുണ്ട്. എടി ചിഞ്ചു, സുഖല്ലടി നിനക്ക്? എന്തൊരു പെണ്ണത്, ഞാൻ നിന്റെ സുഖവിവരം അന്വേഷിച്ചല്ലേ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എന്താ എല്ലാവർക്കും സുഖല്ലേ? ആ ശരി ശരി, എല്ലാവരും ഒന്ന് ഇരിക്കേ. എന്തേ ടൂറ് പോകുന്നത് കൊണ്ടാണ് അങ്ങനെ വല്ലാത്ത സന്തോഷം? എങ്കിൽ നമ്മൾ ടൂറ് പോവുകയാണ് കേട്ടോ നാളെ. എല്ലാവരും നേരത്തെ കാലത്തെ വരണം കേട്ടോ. മിസ് എത്ര മണിക്കാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുക? നാളെ നമ്മൾ 6 മണിക്ക് ഇവിടുന്ന് പുറപ്പെടും. അപ്പം അതിന് മുന്നേ തന്നെ എല്ലാവരും വരണം കേട്ടോ. ഈ വർഷത്തിലെ അവസാനത്തെ ടൂറാണ്, അതുകൊണ്ട് ആരും മിസ്സാക്കരുത് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അടിച്ച് തിമിർക്കണം കുട്ടികളെ. ഓ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കില്ല, അപ്പുറത്തെ ക്ലാസ്സിന് ബുദ്ധിമുട്ടാവും. ഇന്നെന്താ ടൂർ പോകുന്ന സന്തോഷത്തിൽ പഠിക്കൊന്നും വേണ്ടേ? അത് ഈ പീരീഡ് പഠിക്കാതെ ടൂറിനെ കുറിച്ച് സംസാരിച്ചിരിക്കേ? എന്താ ചെയ്യണ്ടേ? എന്തായാലും ഇന്ന് പഠിപ്പിച്ച ഒരെണ്ണത്തിൻ്റെ തലയിലും കേറില്ല, അത് ഉറപ്പാണ്. ടൂറിൻ്റെ ചിന്തയിലല്ലേ ഇപ്പം എല്ലാവരും. അത് പിന്നെ എനിക്കറിയില്ലേ നിങ്ങളെ പറ്റി. അപ്പം പതുക്കെ സംസാരിക്കുക, ഒച്ച ഉണ്ടാക്കണ്ട. അപ്പുറത്തൊക്കെ ക്ലാസ് എടുക്കുകയാണ് കേട്ടോ. താങ്ക് യു മിസ്. കുട്ടികളെ അങ്ങനെ നമ്മൾ ടൂറ് പോവാൻ പോവുകയാണ്. വണ്ടി പുറപ്പെടുകയാണ്. എല്ലാവരും പിടിച്ചിരുന്നോ കേട്ടോ. അപ്പം എല്ലാവർക്കും നമ്മൾ ഇന്ന് പോകുന്ന ടൂറ് എന്നും മരിക്കുന്നത് വരെയും നല്ല ഓർമ്മകൾ തരുന്ന ഒരു സന്തോഷ യാത്രയായി മാറട്ടെ കേട്ടോ. എല്ലാവർക്കും ശുഭദിനം. എങ്കിൽ മിസ് പോയി അവിടെ ഇരിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എൻജോയ്മെന്റ് നടത്തിക്കോളൂ കേട്ടോ. അതങ്ങനെയാടാളിയാ, അവർക്കൊക്കെ നമ്മളെ ഇങ്ങനെ വായും തുറന്നിട്ട് കണ്ണ് വീർപ്പിച്ചിട്ട് നോക്കാം. നമ്മളൊന്നും അറിയാതെ അവരെ നോക്കിപ്പോയാ എൻ്റെ ദൈവമേ, എന്താടാ നീ ഇങ്ങനെ നോക്കുന്നത്? വായി നോക്കി കൂയി നോക്കി എന്തൊക്കെ നമ്മൾ കേൾക്കണം. കണ്ടില്ലടാ, നമ്മളെ നോക്കിയത് അവള്, എന്നിട്ട് നമ്മൾ തന്നെയാണ് ചീത്തയും കേൾക്കുന്നത്. ഇതാണ് നമ്മൾ ആണുങ്ങളുടെ അവസ്ഥ. എടി നിനക്ക് മിണ്ടാതിരുന്നൂടെ? അവന്മാർ അങ്ങനെയാണെന്ന് നിനക്ക് അറിയുന്നതല്ലേ. നിന്നോട് ആരാ പറഞ്ഞേ വായും തുറന്നിട്ട് അവരെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ? എടാ അളിയാ, നിന്നേടാ ആ പെണ്ണിങ്ങനെ പുകഴ്ത്തുന്നത്. ആ എങ്കിൽ ചെല്ല്, പോയി വാങ്ങിട്ട് വാ. അവള് തരുന്നത് നീ പോയി വാങ്ങിട്ട് വാ. എന്നെ വെറുതെ പ്രാന്താക്കല്ലേട്ടാ. പെണ്ണുങ്ങളുടെ അപമാനം എന്ന് പറഞ്ഞ
ഇരിക്കുകയാണ് വെറുതെ ചക്ക. അളിയൻ മിണ്ടാതെ ഇരുന്ന അവിടെ. എടാ നിനക്ക് വേറെ ഡ്രസ്സൊന്നും കിട്ടിയില്ലേ? ഒരുമാതിരി ഷഡ്ഡി മാതിരിയുള്ള ട്രൗസറും പനീനോ നിനക്ക് കിട്ടിയുള്ളൂ. ഒന്ന് പോടി. നിനക്ക് വല്ലതും അറിയോ? ഇല്ലാത്തവന്റെ വിഷമം നിനക്ക് വല്ലതും അറിയോ? ഇത് എന്നെ ഉണങ്ങിയത് കൊണ്ടാണ് ഇട്ടിട്ട് വരാൻ പറ്റിയത്. ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന നാറുകളോട് ഞാൻ ചോദിച്ചതാണ്, എടാ ടൂറ് പോകുമ്പോ എനിക്ക് നല്ലപോലെ ഡ്രസ് ഇല്ല ഇടാൻ, ഒന്ന് താന്ന്. ആ പ്രാന്തന്മാര് തന്നില്ല. അല്ലെങ്കിൽ അവറ്റകൾക്ക് എന്തിനറിയാം, വായി നോക്കി നടക്കാനറിയാം, അല്ലാതെ എന്തിനു കൊള്ളാ രണ്ടെണ്ണത്തിനെയും. ക്ലാസ്സിലാണെങ്കിൽ പഠിക്കൂല. അവന്മാര് കേക്കണ്ട, നിന്നെ പൊങ്കാലക്കിടും. ഹോ എന്റെ ദൈവമേ, ഇടാ അത് നീ പറഞ്ഞത് ശരിയാണ്, മിണ്ടാതിരിക്കാം. വീട്ടിലെ റൗഡി അച്ഛനാണെങ്കിലേ സ്കൂളിലത്തെ നമ്മുടെ ക്ലാസ് മുറിയത്തെ 2 റൗഡികളാണ്. അച്ഛനെ പിന്നെയും സഹിക്കാം, അച്ഛൻ സ്നേഹം തരും. അവന്മാരുടെ കയ്യിൽ പെട്ടാലേ നമ്മളെ ചതുവ് പെയ്യും. അത് നീ പറഞ്ഞത് നേരാ, മിണ്ടാതിരുന്നോ. എനിക്ക് ട്രൗസറെങ്കിലും ഉണ്ട് ഇടാനിപ്പോ. കുട്ടികളെ എത്താനായി കേട്ടോ, മിണ്ടാതിരുന്നോ എല്ലാവരും. ഹായ് എടി, എത്താനായിട്ടെടി. വാ വാ. എടി പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഒപ്പം കൈപിടിച്ച് നടക്കാട്ടാ. നീ എന്റെ കൈ വിട്ടിട്ട് വേറെ അവരുടെ കൂടെ ഒന്നും പോവരുത് കേട്ടോ. ഇല്ല, നീ ഇങ്ങനെയൊക്കെ പറയും, എന്നിട്ട് അവരൊക്കെ വിളിച്ച നീ അവരുടെ കൂടെ പോകും. ഇല്ലടി ഞാൻ പോവില്ല, നീ എന്റെ കൂടെ വാട്ടാ. ആ ശരി ശരി. കുട്ടികളെ, വരുന്ന വഴിക്കുള്ള എല്ലാ കാഴ്ചകളും നിങ്ങൾ ആസ്വദിച്ചില്ലേ? ഒന്നും കാണാൻ മറക്കണ്ട. ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുക നാളെ സ്കൂളിൽ വന്നാൽ കേട്ടോ. ഈ വരുന്ന യാത്രയിൽ പിന്നൊന്നും കിട്ടില്ല, അതുകൊണ്ട് കാണുന്ന കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ ശ്രമിക്കുക എല്ലാവരും കേട്ടോ. എടാ ഇന്ന് ഉച്ചയ്ക്ക് ആ പെണ്ണുങ്ങൾ പറഞ്ഞതാണ് സ്കൂളിന്റെ വക ചിക്കൻ ബിരിയാണിയാണത്രേ. ഓ പിന്നെ ആ നാറികൾ നുണ പറഞ്ഞിരിക്കൂടാ. ഇതാ മിസ്സല്ലേ നിൽക്കുന്ന, മിസ്സിനോട് ചോദിക്കാം. മിസ്സേ, ഇന്ന് ഉച്ചയ്ക്ക് എന്താ കഴിക്കാൻ? ചിക്കൻ ബിരിയാണിയാണോ? ആ കുട്ടികളെ, ചിക്കൻ ബിരിയാണി തന്നെയാണ്. വയറ് നിറച്ച് കഴിക്കാനുള്ള ചിക്കൻ ബിരിയാണി ഈ ബസ്സിന്റെ ബാക്കിലുള്ള ഡിക്കിയിലുണ്ട്, പേടിക്കണ്ട കേട്ടോ. ഹായ് ഹായ്, വായിൽ വെള്ളം വരുന്നു മിസ്സേ. ഡാ ഇത്രയ്ക്ക് വെള്ളം വരുത്തണ്ട, ആ പെണ്ണുങ്ങൾ നോക്കണം, ആർത്തിപ്പണ്ടാരെന്ന് പറയും. പിന്നെ അവളമാരോട് പോയി പണി നോക്കാൻ പറയും. ഷോ എന്റെ ദൈവമേ, ഈ കുട്ടികളുടെ ഒരു കാര്യം. എടാ ചെറുക്ക, മതി മതി, ഒന്ന് നിർത്ത്. ഹോ എന്റെ ദൈവമേ, എനിക്ക് വയ്യ. എടാ ചെക്കന്മാരെ, എന്തേ ഈ കാട്ടുന്നത് നിങ്ങള്? മതി, ബിരിയാണിയൊക്കെ തരാം, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്റെ കൂടെ തരാം, പോരെ? മിസ്സേ, അവർക്ക് ചട്ടി ഫുള്ള് കൊടുത്താലും മതിയാവില്ല, പെരുവയറാണ് അവന്റെ. നീ പോടി കാട്ടുപോത്തെ. മിസ്സേ, നോക്ക്, ഇവൻ വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. അതൊന്നും സാരല്ല മോളെ, ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് എടുത്താൽ മതി. ഇപ്പൊ തോന്നുന്ന ദേഷ്യങ്ങളെല്ലാം പിന്നീട് കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് വളരെ സന്തോഷം നിറഞ്ഞ കാലമാണ് അത് എന്ന് നിങ്ങൾക്ക് തോന്നും. അതറിയോ? അത്രത്തോളം ചന്തമുള്ള കാലഘട്ടത്തിലൂടെ മക്കളെ നിങ്ങൾ കടന്നു പോകുന്നത്. ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് എടുത്താൽ മതി കേട്ടോ. എടി പെണ്ണേ, നിന്റെ കുപ്പിവെള്ളം എനിക്ക് കുറച്ച് താട്ടി കുടിക്കാൻ. പിന്നെ വേറെ പണിയില്ല, ഒരു തുള്ളി പോലും നിനക്ക് തരില്ലടാ ഞാൻ കുടിക്കാൻ. ഓ എന്റെ ദൈവമേ, മക്കളെ കൊണ്ട് ഞാൻ തോറ്റു. എന്തായാലും കൂട്ടുകാരെ, നിങ്ങൾ കണ്ടില്ലേ ഇവരുടെ തർക്കം? ഈ തർക്കം ഞാൻ ആദ്യം ഒന്ന് തീർക്കട്ടെ. എന്തായാലും ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ആ പിന്നെ ഒരു കാര്യം, ഇതുപോലുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ കേട്ടോ.